ഓണസദ്യയിലെ വേറൊരു പ്രധാന ഐറ്റമായ കൂട്ടുകറിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ഈ കൂട്ടുകറിയുടെ മണമടിച്ച ഒറ്റപ്പാത്രം ചോറ് നമ്മൾ ഉണ്ണും, അത്രയ്ക്കും സ്വാദാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ അതിനായി അരക്കപ്പ് കടല കഴുകി തലേ ദിവസമേ കുതിരുന്നതിനായിട്ട് നമ്മൾ വെക്കണം. അപ്പോൾ പിറ്റേ ദിവസം കടല നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. കഴുകി നമുക്കൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വേകുന്നതിനാവശ്യമായ വെള്ളം ഒരു 1.5-2 കപ്പ് വെള്ളം നമുക്ക് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് മൂടി വെച്ച് നമുക്കത് ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിക്കാം. ഇനി കൂട്ടുകറിയുടെ ബാക്കി കഷ്ണങ്ങൾ ഒരു ഏത്തക്കായ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തത് തൊലിയെല്ലാം കളഞ്ഞ്, അതുപോലെ 1 കപ്പ് ചേന കഷ്ണങ്ങളും സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്ത്. ഇപ്പം നമ്മുടെ കടല വെന്ത് വന്നിട്ടുണ്ട്, ഒരു 1/4 വേവായിട്ടുണ്ട്. ആ വെള്ളവും കടലയും കൂടെ നമ്മൾ വലിയൊരു പാനിലേക്ക് ചേർത്ത് ചേനയും ഏത്തക്കായ കഷ്ണങ്ങളും കൂടെ ചേർത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഈ കഷ്ണങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അല്പം കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് മൂടി വെച്ച് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. ചേന കഷ്ണങ്ങളും ഏത്തക്കായ കഷ്ണങ്ങളും നന്നായി വെന്ത് വരണം. ഇനി അരപ്പിനാവശ്യമായ 1/2 ടീസ്പൂൺ ജീരകം, 4 ചുവന്നുള്ളി, 2 പച്ചമുളക്, 5 അല്ലി വെളുത്തുള്ളി. ഇനി ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങ ചുരണ്ടിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കൂട്ടുകറിയുടെ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട്. അല്പം വെള്ളമുണ്ട്, സാരമില്ല, അതിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അല്പസമയം കൂടെ ഒന്ന് മൂടി വെച്ച് അപ്പോഴത്തേക്ക് കഷ്ണങ്ങളും ഈ അരപ്പും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിക്കും. ഒരു 2 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കിയിട്ട് പോരാഴികയുള്ള ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അല്പസമയം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇനി താളിപ്പിന് ആവശ്യമായ വേറൊരു പാൻ അടുപ്പിൽ വെച്ചാൽ അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക്, ഒരു 4-5 അല്ലി ചുവന്നുള്ളിയും ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് വറ്റൽ മുളക്, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചുരണ്ടിയത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു ചുവക്കെ മൂക്കണം. ഒരുപാടങ്ങ് എരിശ്ശേരിക്ക് മൂക്കുന്നത് പോലെ ഒത്തിരി മൂക്കണ്ട, എന്നാലും ഒരു നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളർ വരണം. കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത 9 കൂട്ടം കറികളുടെ ഓണസദ്യയുടെ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുകൂടെ ഒന്ന് കണ്ടു നോക്കണം കാണാത്തവർ. ഒരല്പം ശർക്കരയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം ഈ സമയം. ഇനി താളിപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്ത് അല്പസമയം ഒന്ന് മൂടി വയ്ക്കണം. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നല്ല സ്വാദാണ്, നല്ല മണമാണ് ഈ താളിപ്പൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും ഈ കൂട്ടുകറിയുടെ റെസിപ്പി. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.